മോളെ ജുബി ജുബിയെ കാലിന്റെ മുട്ടൊക്കെ എന്ത് വേനെ ജുബിയെ തള്ള തുടങ്ങി. എന്താണ് നിങ്ങൾ ഇങ്ങനെ വിളിച്ചലർന്നത്? എന്താണ് മോളെ ആ തൈലൊന്നും എടുത്ത് എന്റെ കാലുമ്പോ ഒന്ന് തേച്ച് തരുക. നല്ല വേദന ഉണ്ട്. ഇക്കൊന്നും വെച്ച വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തേച്ചോളി. മോളെ ഒന്ന് തേച്ച് കാട്ട്. ഒന്ന് പോ തൊള്ള ഇവിടുന്ന്. ഈ തള്ള ഇവിടെ കാകെ തുപ്പി നിറച്ചിക്കണം. പണ്ടാർത്തിനെ കൊണ്ട് തോറ്റു മനുഷ്യൻ. നിങ്ങൾ എന്താ മുറ്റത്തൊക്കെ ഇങ്ങനെ തുപ്പി നിറച്ചിക്കണത്? നീ ആര് നേരാക്കുച്ചിട്ടാ? ഞാൻ അറിയാതെ തുപ്പിയതാണ്. അറിയാതെ വേഗം പോയി അതിന് മണ്ണിട്ട് നേരാക്കിക്കോളി. ഇല്ലാന്നുണ്ടെങ്കിലോ എന്റെ സ്വഭാവങ്ങള് ശരിക്കറി. ഞാൻ നേരാക്കിക്കോളാം മോളെ. റബ്ബേ, ഈ ഒരു പോണ്ടാർ തളനെ കൊണ്ട് എടങ്ങറഞ്ചയിക്കണം. ഈ റൂമിന്റെ ഉള്ളൊക്കെ ആകെ ഇങ്ങോട്ട് പരത്തിക്കണം. ജാതി നാറ്റം ഉണ്ട് ഇതിന്റെ ഉള്ളില്. ഇമ്മ എന്തേലും ചെയ്തരണ? ഓ വേണ്ട, ഇവിടുന്ന് ഒന്ന് പോയി തന്നാ മതി. ഇമ്മ എവിടുക്ക പോവ മോളെ? എവിടുക്ക പോണ്ടേന്നോ? നിങ്ങക്ക് ഒരു മകൻ മാത്രമൊന്നല്ലല്ലോ, ഒരു മകളും കൂടി ഇല്ലേ? എന്താ നിങ്ങക്ക് ഓളെടുത്ത് പോയി നിന്നാ വരിക? മനുഷ്യന്മാർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ജന്മങ്ങള്. ഈ തള്ളപ്പുറ വന്നേ മുതൽ ഈ പെരന്റെ ഉള്ളിൽ വൃത്തിയില്ലാതായിരിക്കും. അവിടെ തുപ്പിറ്റും ഇവിടെ തുപ്പിറ്റും പാത്തിറ്റും നമുക്ക് കൂടെ ഒരു കഥ ആക്കി വെച്ചിരിക്കും. എന്റെ മകന്റെ അടുത്തല്ലേ നിക്ക് നിക്കാൻ പറ്റുള്ളൂ. നേരത്തെ ആ ഇതിനൊക്കെ ഒന്ന് കെട്ടിയെടുക്കാൻ തോന്നിയ മനസ്സിന്. പേരന്റെ ഉള്ളത്തെ പണികളൊക്കെ എടുത്ത് മനസ്സിലാകെ ചടച്ച്. ഇതാണ് പണികളൊന്നും കഴിഞ്ഞില്ല ഇതുവരെ. എങ്ങനെ ചെയ്യാനാണ്? ഒരു പണി തീരുമ്പോ വേറൊരു പണി നിങ്ങളമ്മ ഉണ്ടാക്കിയൊക്കെ ഉണ്ടല്ലോ. അല്ല എന്താ നിങ്ങളെ തീരുമാനം? എന്ത് തീരുമാനം? എന്ത് തീരുമാനം എന്നോ? കാലാകാലം നിങ്ങളമ്മനെ ഇവിടെ നോക്കാന്നേ ഞാൻ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഇന്നെ കൊണ്ടേ ഇത്രയൊക്കെ തന്നെ പറ്റുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിലേ നിങ്ങളെ പെങ്ങളെ പെരേക്കൊന്ന് പറഞ്ഞയച്ചു നോക്കി. ഞാൻ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ആലോചിച്ചിരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. ഒന്ന് വിളിച്ചിട്ട് ഓളോടൊന്ന് പറഞ്ഞൂടെ എമ്മാനൊന്ന് കുറച്ച് ദിവസത്തിന് കൊണ്ടുപോവാനി? ഓളിങ്ങനെ സുഖിക്കണുണ്ടല്ലോ. സ്വത്തിന്റെ പകുതി മുക്കാലും ഓളെ പേരിലാണ് ഉമ്മ എഴുതി കൊടുത്തിരിക്കുന്നത്. എന്നാലോ നോക്കണത് ഉമ്മാനെ നോക്കണേ ഞമ്മളും. സ്വത്തിന്റെ പകുതി നമ്മളെടുത്തല്ലേ? പകുതിയല്ലേ ഉള്ളൂ. ഫുള്ള് എഴുതി തരാന്നുണ്ടെങ്കിലേ ഞാൻ മരിക്കണ വരെ ഞാൻ നോക്കിക്കോളാം. അതില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കി ഓക്ക്. ഞാൻ ഒന്ന് വിളിക്കട്ടെ. ഹലോ സാജി. ഹലോ. പറയ്. എന്താ ഇങ്ങോട്ടൊന്നും വിളിക്കാത്ത? ഞാൻ ഓരോരോ തിരക്കിലായിരുന്നു. എന്താ വിളിച്ച്? അനക്ക് ഉമ്മ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മ ഒന്നും ഇല്ലേ? ഇജെന്താ ഇങ്ങോട്ടൊന്നും വിളിക്കാത്ത? ഞാൻ എന്തിനാ എപ്പോഴും ഇങ്ങനെ വിളിക്കണത്? പിന്നെ ഉമ്മ വേറെ എവിടെ ഒന്നും ഇല്ലല്ലോ, എന്റെ അടുത്ത് തന്നെ അല്ലേ നിക്കണത്. എന്റെ അടുത്തൊക്കെ തന്നെയാണ് സമ്മതിച്ച്. പക്ഷെ ഈ ഇനി കുറച്ച് ദിവസം ഈ ഉമ്മാനൊന്ന് കൊണ്ടുപോയി നോക്ക്.
ഇക്ക് ഇമ്മാനെ കൊടുന്ന് നോക്കാനൊന്നും പറ്റൂല. ഇക്ക് നേരെ വെളുത്ത ജോലിക്ക് പോവാനുള്ളതാണ്. ഇമ്മ ഇപ്പൊ അവിടെ തന്നെ നിക്കാ നല്ലത്. അന്റെ പെണ്ണുങ്ങൾക്ക് എന്തായാലും ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ. ഉമ്മാനെ നോക്കേണ്ട ഒരു ഇത് മാത്രല്ലേ ഉള്ളൂ. ഇക്ക് പറ്റൂലെന്ന് പറഞ്ഞാളിങ്ങൾ. ഉണ്ടായിരുന്ന ഞാനൊന്നും മുണ്ടണമൊന്നുമില്ല. നിങ്ങൾ ഇവിടെ തീരുമാനം ഉണ്ടാക്കാതെ നിങ്ങൾ ഇവിടെ നിന്ന് വർത്താനം പറയണ്ട. ഇജ് പറഞ്ഞ പോലെ തന്നെയാണ് ഇന്ത്യ അവസ്ഥ. ഒന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാനും കൂടി പറ്റണില്ല. ഒന്ന് ഉമ്മാനെ കുറച്ച് ദിവസം ഒന്ന് കൊണ്ടുപോയി നോക്ക്. ഒന്ന് ലീവ് ഞാൻ എടുത്തൊക്കെ എന്തായാലും ചെയ്താളാ. വൈകുന്നേരം അങ്ങോട്ട് വരാം. വന്നിട്ട് സംസാരിക്കാം. എന്നാ അങ്ങോട്ട് വായോ. ആ ശരി. പിന്നെ ഉമ്മാനപ്പ ഞാൻ അങ്ങോട്ട് കൊണ്ടു കാത്തിരുന്നോട്ടോ. എന്തോള് പറഞ്ഞി? വൈകുന്നേരത്തെ കണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓളെ തീരുമാനം ഉണ്ടാക്കിയിട്ട് ഓളെ ഇവിടുന്ന് പറഞ്ഞയച്ചാ മതി. എന്താപ്പ ഇത്? ഓൾക്കൊന്നും അറിയണ്ട. എല്ലാ കാര്യങ്ങളും ഞമ്മള് മാത്രം. ഇവിടെ ആരും ഇല്ലേ? അയ്യോ എന്നോ ഇക്ക ഇത് സാജി വന്നിക്കണ്. അത് വരുന്നേ. ഈ ഉമ്മാനെ കൊണ്ടുപോകാൻ വന്നതാവൂലേ? ഞാൻ ഉമ്മാനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നോന്നല്ല. ഇക്ക് ഇമ്മാനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്റെ ജോലി ഒന്നും നടക്കൂല. പിന്നെ നിങ്ങക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്താ നിങ്ങക്ക് ഉമ്മാനെ നോക്കിയാല്? ഇക്ക് ജോലി ഉണ്ടോ ഇല്ലേ എന്നുള്ളതേ ഇജ് നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അല്ലെങ്കിലും ഇമ്മ നിക്കും ഇക്കാക്കും മാത്രം അവകാശപ്പെട്ടോന്നില്ലല്ലോ. ആർക്കും കൂടി അവകാശപ്പെട്ടയല്ലേ. സ്വത്തിന്റെ പകുതി മുക്കാലും എന്റെ പേരിലല്ലേ. അപ്പൊ ഇജ്ജെന്നെ കൊണ്ടുപോയാ മതി ഇമ്മാനെ. ഇത്രയും കാലം ഞാൻ നോക്കിയില്ലേ, നിജൊന്ന് നോക്ക്. അതന്നെ. ഒന്ന് കൊണ്ടുപോയി നോക്കൂടെ? ഇല്ല, ഞാൻ ഒരു കാര്യം പറയാ. രണ്ടാൾക്കും പ്രശ്നമില്ലാത്തൊരു കാര്യാണ്. ഇമ്മാനെ അമ്മക്കേ വൃദ്ധസദനത്തിലാക്കാം. അതാവുമ്പോ കുറച്ച് പൈസ എന്തേലും കൊടുത്താ മതി. അപ്പൊ ഉമ്മാനെ ഒരു നല്ല നോക്കും ചെയ്യും. നമ്മക്ക് എപ്പോഴെങ്കിലും ഒന്ന് പോയി നോക്കിയാ മതിയല്ലോ. ഈ പണിന്റെ ഇടയിൽ ഉമ്മാന്റെ കാര്യങ്ങളൊന്നും നോക്കാൻ നിക്ക് നേരമില്ല. അതെന്തായാലും നടക്കും. അനക്ക് ജോലിക്കും പോവാ, ഇക്ക് വേണ്ടോടത്തേക്കും പോവും ചെയ്യാം. എന്നാ നമുക്ക് ഉമ്മാനെ അതേപോലെ ആക്കല്ലോ നല്ലത്. അല്ലക്ക? അതിന് ഉമ്മ സമ്മതിക്കോ? പോവുമ്മ. എന്ത് സമ്മതിക്കായി? സമ്മതിക്കണല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇമ്മ വേറെ എവിടെയെങ്കിലും പോയി നിന്നോട്ടെ. ഇത്രയൊക്കെ സൗകര്യമുള്ള സ്ഥലത്തേക്ക് ആക്കി കൊടുക്കുന്നുണ്ടല്ലോ. ഇമ്മ സമ്മതിച്ചില്ലെന്നുണ്ടെങ്കിലേ ഇമ്മ വേറെ എവിടെയെങ്കിലും പോയി നിന്നോട്ടെ. ഇന്നെ കൊണ്ട് ഇപ്പൊ എത്രയൊക്കെ പറ്റുള്ളൂ. ഇക്കാണെങ്കിൽ ഒരുപാട് കടങ്ങൾ ഉണ്ടെങ്കിലും അത് തീർക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോയേ പറ്റുള്ളൂ. അതിന്റെ ഇടയിൽ ഇമ്മയും കൂടി വന്നാൽ ശരിയാവൂല. അല്ലെങ്കിൽ ഇമ്മ ഇവിടെ തന്നെ നിന്നോട്ടെ. അത് നടക്കൊന്നുമില്ല. ഞാൻ എന്തായാലും ഉമ്മാനോട് പറയട്ടെ. അമ്മാടൊന്ന് സംസാരിച്ചു നോക്കി. പറഞ്ഞു നോക്കി. എന്താ പറയാൻ നോക്കാലോ. വരുന്നേ മോനെ. അധിക കാലൊന്നും എന്തായാലും ഉമ്മാക്ക് വേണ്ടിട്ട് പൈസ ഒന്നും ചെലവാക്കേണ്ടി വരില്ല. കുറച്ച് പൈസ അല്ലേ, അത് കുഴപ്പമില്ല. നമുക്ക് രണ്ടുട്ടിക്കും കൂടി കൊടുക്കാം. ഉമ്മാക്ക് എന്തിനെ വിളിച്ച്? ഞങ്ങളെ ഒരു തീരുമാനം എടുത്തിക്കണ്. ഉമ്മാനെ കൊറേ ആൾക്കാരുള്ള സ്ഥലത്തേക്ക് ആക്കാന്. അതാവുമ്പോ ഉമ്മാക്ക് വർത്താനം പറയാനും ഒക്കത്തിന് ആളാവുമല്ലോ. എന്നാ അതന്നെ നല്ലത്. ഉമ്മാക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടേ മതിയായിക്കണ്. ഉമ്മാക്ക് നല്ലപോലെ നിക്കും ചെയ്യാലോ. ഒരു കുറവും നമ്മളവിടെ വരുത്തൂലല്ലോ. ഉമ്മാക്ക് ആൾക്കാര് ഒക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ വെറുതെ ബോറടിച്ച് ഇങ്ങനെ ഇരിക്കണ്ടല്ലോ. ഞങ്ങള് പുറത്തൊക്കെ പോകുമ്പോ ഉമ്മ പോയി തന്നെ ഇല്ല. അപ്പൊ ഉമ്മ വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ, ഒരാൾ മുണ്ടി പറയാനും കൂടി ഇല്ല. അപ്പൊ ഉമ്മക്ക് അവിടെ പോയി നിക്കന്നല്ലേ നല്ലത്. ശരിയാണ്. ഇമ്മക്ക് എല്ലാരും പുറത്തു പോകുമ്പോഴൊന്നും ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ. ഇനിയിപ്പൊ എന്റെ പിന്നാലെ പോരുകയാണെങ്കിൽ തന്നെ ഞാൻ ജോലിക്കും പോവും, ഇക്കും കുട്ടികളൊക്കെ പുറത്തു പോവും ചെയ്യും. അപ്പോഴും ഇമ്മ ഒറ്റയ്ക്ക് തന്നെ അല്ലേ. അയക്കും നല്ലത് ഇപ്പൊ അവിടെ തന്നെയാണ് എന്റെ അഭിപ്രായം. പിന്നെ
ഉമ്മയുടെ കുട്ടികള് പറഞ്ഞ ഉമ്മ കേട്ടുകണ്. ഇമ്മ ഇങ്ങക്കൊരു ഭാരാണെന്നുള്ളത് ഇപ്പളാ ഞാൻ അറിയണത്. ഉമ്മ എവിടെയിലൊക്കെ നിന്നോണ്ട് എന്റെ കുട്ടികളെ ഇടക്കൊക്കെ എന്റെ അടുത്തേക്ക് വരണട്ടാ. ഉമ്മക്ക് നിങ്ങളില്ലാതെ വേറെ ആരുമില്ല. അവിടെ എത്ര ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാലും എന്റെ മക്കളെ സ്ഥാനത്തേക്ക് എത്തൂലല്ലോ. ഉമ്മയുടെ കുട്ടികൾക്കും ഉണ്ടല്ലോ, കുട്ടികളൊക്കെ വളർന്നു വരുന്നേ. ഓലിങ്ങനെ നിങ്ങളെ കാട്ടാതിരിക്കാൻ ഇമ്മ ദുആ ചെയ്തോണ്ട് നിങ്ങളത് കണ്ടിട്ടല്ലേ ഓലും പഠിക്കുക. എന്റെ മക്കൾക്ക് ആരും ഇല്ലാതാവരുത്. പിന്നെ ഉമ്മാടെ കുട്ടി പറഞ്ഞില്ലേ, അധിക കാലം ഇനി ഇമ്മ ജയിച്ചിരിക്കൂല, അധിക കാലം നിക്ക് വേണ്ടിട്ട് പൈസ ചെലവാക്കേണ്ടി വരില്ല എന്നൊക്കെ. ശരിയാണ്. ഉമ്മാടെ കുട്ടികളെ ഇമ്മ ബുദ്ധിമുട്ടിക്കാനേ നിനക്ക് എടുക്കൂല. പഠിച്ചോണ്ട് എന്റെ കൂടെ ഞാൻ എത്ര വേഗം വിളിച്ചോളൂ. എന്റെ കുട്ടികൾക്കൊരു ഭാരമായിട്ട് എന്നെ നിർത്തൂല. ഉമ്മ പോട്ടട്ടാ. ഉമ്മയുടെ കുട്ടികളുടെ ആരോടും ഉമ്മക്കൊരു ഈറിയില്ല. നിങ്ങൾ നല്ല പോലെ നിന്നാ മതി. ഇമ്മനെ ചൊല്ലിട്ടേ ഇമ്മ തമ്മിലൊരു പ്രശ്നം ഉണ്ടാവരുത്. ഉമ്മ പോട്ടട്ടാ. പോട്ടട്ട മോളെ, പോട്ടെ. ഉമ്മ ഞാൻ കൊണ്ടാക്കി തരാ. വേണ്ടടാ, ഇനി ഇന്നെ കൊണ്ടാക്കിട്ടേ എന്റെ വണ്ടിത്തെ എണ്ണ കഴിച്ചും വേണ്ട. എണ്ണ അടിക്കാൻ ഇപ്പൊ കൊറേ പൈസ വേണ്ടേ. ഉമ്മ പോയിക്കൊണ്ട്. തൊട്ടി